ഹലോ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓണമൊക്കെ വരെയല്ലേ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു റെസിപ്പിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഓണ സ്പെഷ്യൽ റെസിപ്പീസ് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കണവ തോരനാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെ നോക്കാം. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാണ് കണവ വേവിക്കാനായിട്ട് പോണത്. അപ്പോൾ ദാ കണവ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. സ്ക്വയർ രീതിയിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ക്വയർ അല്ലെങ്കിൽ നമുക്ക് റൗണ്ടായിട്ടും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ തോരത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുതായതുകൊണ്ട് ചെറിയ ചെറിയ ഈ ഒരു സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി ഇറങ്ങും. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് അരപ്പ് തയ്യാറാക്കുന്ന ആ ഒരു സമയത്തും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതാ കുറച്ച് മാത്രമേ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്കിത് വേവിക്കാനായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ. ഇപ്പോൾ ഇത് പുതിയ കുക്കർ ആയതുകൊണ്ട് ഞാൻ ഒരു വിസിൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് പഴയ കുക്കറൊക്കെ ആണെങ്കിൽ 2 വിസിൽ എന്തായാലും വേണ്ടി വരും. കണവ വേവുന്ന ആ ഒരു സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കപ്പ് തിരുമിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ 2 പീസ് ഇഞ്ചിയും. അപ്പം നമുക്ക് ഇത് കണവ ഗ്യാസ് കയറുന്ന ഒരു ഇതാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇഞ്ചി കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി എടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 2 എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ വെളുത്തുള്ളിയാണ് കയ്യിലുണ്ടെങ്കിൽ ഒരു 5-6 ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അപ്പം നല്ലപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് പൾസിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അങ്ങനെ കണവ വെന്തിട്ടുണ്ട്. അപ്പോൾ കണവ വേവിക്കുന്ന സമയത്ത് വെള്ളമൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഊറി ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം അതായത് ഈ സമയത്ത് കണവ വേവാതെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം വറ്റിക്കുന്ന ആ ഒരു സമയത്ത് വെന്ത് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ അരപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ വെള്ളം വറ്റുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കിട്ടും. മഞ്ഞൾപ്പൊടി കുറച്ച് കുറവായതുകൊണ്ട് ഞാനിതാ കുറച്ചുകൂടെ ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക, 2-3 മിനിറ്റ് മാത്രം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സമയത്തൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് കടുകും പൊട്ടിച്ച് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കണവ തോരൻ ടേസ്റ്റ് കൂടുതൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ താളിച്ച് എന്തായാലും ഒഴിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളെ കണവ തോരൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ തൊട്ട് അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ നമുക്ക് കുരുമുളക് പൊടിച്ചതിട്ട് കൊടുക്കാം. അപ്പം മുഴുവൻ കുരുമുളക് ചതച്ച് അപ്പോഴേ തന്നെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കണവത്തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ചപ്പാത്തിയിലൂടെയും ചോറിനോടെയൊക്കെ കഴിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മസ്സലാമ.